എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനിൽ ആ ഫേക്ക് ഓടൻ അവനാണെങ്കിൽ ഇപ്പൊ അക്കസായി മെമ്പേഴ്സിനെ അറ്റാക്ക് ചെയ്യാണ്. അവർക്ക് നന്നായിട്ട് മനസ്സിലാവും അഞ്ചറോ അവൻ നമ്മുടെ ആൾക്കാരെ ഡൈവേർട്ട് ചെയ്യാനാണ് ഇപ്രകാരം ഒരു മൂവ്മെന്റ് നടത്തിയതെന്ന്. കാരണം ഇതിനോട് ഒരേ ഒരു ലക്ഷ്യം ഓടന്റെ പരമ്പര അതിനെ ഇല്ലാതാക്കുക എന്നതാണ്. സോ അവനിപ്പോ മൊമന്റോസ്കി ലക്ഷ്യമാക്കി പോയിട്ടുണ്ടാവും. അതേസമയം അക്കസായി മെമ്പേഴ്സ് അവൻ അവരുടെ അടുത്തേക്ക് പോവാതിരിക്കാനാണ് ഇത്തരത്തിൽ ഒരു പെർഫെക്റ്റ് ഓർഡറിന്റെ ഡ്രോയിങ്സ് വരച്ച് അവൻ ഇവിടേക്ക് അയച്ചത്. അത് മാത്രമല്ല കാഞ്ചറോയ്ക്ക് അറിയാം അക്കസായി മെമ്പേഴ്സിന്റെ പവർ അത് വളരെ കൂടുതലാണെന്ന്. സോ അവന്റെ ഒരു ഡ്രോയിങ് കൊണ്ട് മാത്രം അവനെ തോൽപ്പിക്കാനായിട്ട് പറ്റില്ല എന്ന് മനസ്സിലാക്കി ആ ഒരു ഡ്രോയിങ്ങിന്റെ ദേഹത്ത് ഒരുപാട് ബോംബുകളൊക്കെ സെറ്റ് ചെയ്താണ് അവിടേക്ക് അയച്ചത്. അവനാണെങ്കിൽ ബോംബുകളൊക്കെ അക്കസായി മെമ്പേഴ്സിന് കാണിച്ചു കൊടുത്ത് സ്ക്വാഡ് എടുത്ത് അവരുമായിട്ട് പൊരിഞ്ഞ പോരാട്ടം. കിന്നാണെങ്കിൽ വിളിച്ചു പറയും അവന്റെ ലക്ഷ്യം അത് മൊമന്റോസ്കിയാണ്. എത്രയും വേഗം ഇവനെ തകർത്ത് മൊമന്റോസ്കിയെ സേവ് ചെയ്യണം. അവനിപ്പോ ഉള്ളത് ഉണ്ടപ്പെണ്ണിന്റെ കൂടെയാണ്. അവളെ കൊണ്ട് ഒറ്റയ്ക്ക് കാഞ്ചറോയെ ചെറുത്ത് നിൽക്കാനാവില്ല എന്ന് പറഞ്ഞ് ആയിട്ട് ഇപ്പൊ പൊരിഞ്ഞ അട്ടിയിടി ബഹളം. ഫേക്ക് ഓടൻ ആണെങ്കിൽ ഇടയ്ക്കിടയ്ക്ക് ഓടന്റെ ഡയലോഗ്സ് പറഞ്ഞ് അവരെ അങ്ങനെ ഡൈവേർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കും. അത് പിടികിട്ടിയ അഷറ ടോജി അവൻ ഒരു സെക്കൻഡ് ചുറ്റും നോക്കും. അതിനുശേഷം അവൻ അവനെ തന്നെ നോക്കും. ഞാൻ ഓൾറെഡി കുത്തുകൊണ്ട് നല്ല രീതിയിൽ പരുക്കുപറ്റി കിടക്കുകയാണ്. എന്റെ ലൈഫ് അത് അവസാനിക്കുന്നതിന് മുൻപ് എന്റെ ഫ്രണ്ട്സിന് വേണ്ടിയും ഓടന് വേണ്ടിയും എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്ന് പറഞ്ഞ് അവൻ ഓടി വന്ന് ഫേക്ക് ഓടനെ പിടിച്ചു വലിച്ച് അങ്ങനെ താഴേക്ക് എടുത്തു ചാടുകയാണ്. ബാക്കിയുണ്ടായിരുന്നവരെല്ലാവരും ആ കാഴ്ച കണ്ട് ഞെട്ടി അഷുറ ടോജിയെ വിളിക്കും. അതിനവൻ നിലവിളിച്ച് പറയും, ആരും തന്നെ എന്നെ കുറിച്ച് ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. തീർച്ചയായിട്ടും ഓടൻ ആഗ്രഹിച്ചത് അത് സംഭവിക്കും. അതിനുവേണ്ടി നിങ്ങൾ ലൂഫിയോടൊപ്പം നിന്ന് കട്ടയ്ക്ക് ഫൈറ്റ് ചെയ്യണം. ഫേക്കോടനാണെങ്കിൽ അഷുറ ടോജിയെ തട്ടി മാറ്റാനായിട്ട് ശ്രമിക്കും. പക്ഷെ അവൻ ടൈറ്റ് ആയിട്ട് പിടിച്ച് താഴേക്ക് എടുത്ത് ചാടുകയാണ്. അടുത്ത നിമിഷം അതങ്ങനെ പൊട്ടിത്തെറിച്ച് ഒരു വലിയ ഇമ്പാക്ട് തന്നെ ക്രിയേറ്റ് ആവും. ആ ഒരു ഇമ്പാക്റ്റില് ബാക്കിയുള്ളവർ തെറിച്ച് ദൂരേക്ക് പോകും. അവരാണെങ്കിൽ പതി എഴുന്നേറ്റ് താഴേക്ക് നോക്കും. അഷുറ ടോജി അവൻ പീസായി ഒരു ഭാഗത്ത് ചിന്നിച്ചെതറി കിടക്കുകയാണ്. ടീമോ ആണെങ്കിൽ ആ കാഴ്ച കണ്ട് അങ്ങനെ പൊട്ടിക്കരയാണ്. അതേസമയം കാഞ്ചറോയ്ക്കാണെങ്കിൽ ഇപ്പൊ അവന്റെ ഓടൻ പ്ലാൻ ചീറ്റി പോയതിൽ ഒരുപാട് ദേഷ്യവും വിഷമമൊക്കെ തോന്നും. ഓ നോ, അവൻ ഒറ്റ ഒരുത്തം കാരണം എന്റെ പ്ലാൻ മുഴുവൻ ചീറ്റിപ്പോയി. അല്ലായിരുന്നെങ്കിൽ 9 ടീംസിനെ മുഴുവനായിട്ടും എനിക്ക് ഒറ്റയടിക്ക് ഇല്ലാതാക്കാൻ കഴിഞ്ഞാനെ. ഓക്കെ, കുഴപ്പമില്ല, എത്രയും വേഗം മൊമന്റോസ്കിയുടെ അടുത്തേക്ക് പോയി അവനെ കൊല്ലണം. ഇല്ലാതാക്കിയ എല്ലാ പ്രശ്നങ്ങളും ഒരു പരിധി വരെ എനിക്ക് ഇല്ലാതാക്കാൻ പറ്റുമെന്ന് പറഞ്ഞ് അവൻ ഉഷാറായിട്ട് ചാടി ഓടും. ബ്ലാക്ക് ഔട്ട് ചെയ്ത മാങ്ഷന്റെ മറ്റൊരു ഭാഗം കാണിക്കും. അവിടെയാണെങ്കിൽ ഏതോ ഒരു ബാരലിനുള്ളിൽ ഏതോ ഒരാള് അവനാണെങ്കിൽ ആൽക്കഹോൾ മുഴുവൻ പൊട്ടിച്ച് ആ ഗ്യാസില് പതിയെ പതിയെ തീ കൊളുത്തി വിടുകയാണ്. അവനാണെങ്കിൽ തീ അങ്ങനെ കത്തി പടരുന്നത് കണ്ട് പൊട്ടിച്ചിരിക്കും. മറ്റൊരു ഭാഗത്ത് അക്കസായി മെമ്പേഴ്സ് അവർ മൊമന്റോസ്കിയെ ലക്ഷ്യമാക്കി ആയിട്ട് ചാടി ഓടി വരുമ്പോഴായിരിക്കും അവരുടെ തൊട്ട് മുൻപിൽ ആ ജാക്കിനെ കാണുക. അവരാണെങ്കിൽ ചുറ്റും നോക്കും. അവരുടെ അസിസ്റ്റൻസ് ആയിരുന്നവരും ഉണ്ടായിരുന്ന മിൻസുകളും എല്ലാം തന്നെ ഒരുപാട് പരുക്കുകളൊക്കെ പറ്റി അങ്ങനെ ബോധമില്ലാതെ കിടക്കുകയാണ്. ജാക്ക് അവരെ എല്ലാവരെയും തകർത്തു. ഡോഗ്സ്റ്റോം ആണെങ്കിൽ ബാക്കിയുള്ളവരോട് പറയും, നിങ്ങൾ ഇവനെ ഓർത്ത് ടെൻഷൻ ആവേണ്ട കാര്യമില്ല. നമ്മുടെ മെയിൻ എയിം മൊമന്റോസ്കി സേവ് ചെയ്യുക എന്നത് മാത്രമാണ്. സോ നിങ്ങൾ എത്രയും വേഗം അവനെ അന്വേഷിച്ച് അവന്റെ അടുത്തേക്ക് പോകണം. ആ കാഞ്ചറോയെ അവനെ നശിപ്പിച്ച് നമ്മുടെ മൊമന്റോസ്കിയെ വീണ്ടെടുക്കണം. ടോജിയുടെ മരണം അത് മൊമന്റോസ്കിയെ രക്ഷിക്കാനാണ്. മാത്രമല്ല അവന്റെ മരണത്തിനിടയായ ആ കാഞ്ചറോയെ വെറുതെ വിടരുന്ന് പറയും. അത് കേട്ട് എല്ലാവരും ഇപ്പൊ മൊമന്റോസ്കിയെ സേവ് ചെയ്യാൻ അവിടേക്ക് ഓടും. ഇവിടെ ഡോഗ്സ്റ്റോം ആണെങ്കിൽ ജാക്കിന്റെ മുൻപിൽ നിൽക്കുകയാണ്. ജാക്ക് ആണെങ്കിൽ അവനെ കണ്ട് ചിരിക്കും. ഓ ആണോ എന്നെ തകർക്കാൻ എന്നോട് ഒറ്റയ്ക്ക് ഫൈറ്റ് ചെയ്യാൻ പോണേ? ഒരു സെക്കൻഡ് കൊണ്ട് നിന്നെ ഞാൻ ഇല്ലാതാക്കും. അതിന് ഡോഗ്സ്റ്റോം ആണെങ്കിൽ അവനെ വെല്ലുവിളിക്കും. നിനക്ക് ധൈര്യം ഉണ്ടെങ്കിൽ ഫൈറ്റ് ചെയ്ത് തോൽപ്പിക്കേ. ഞാൻ ഒരു കാരണവശാലും ഗിവ് അപ്പ് ചെയ്യില്ല. നിന്നെ തോൽപ്പിച്ചിട്ടേ ഞാൻ അടങ്ങും. രണ്ടുപേരും ഡയറക്റ്റ് ഫൈറ്റ് ചെയ്യാനായിട്ട് തുടങ്ങുകയാണ്. ഇവിടെ ജാക്കിനാണെങ്കിൽ പോയിസൺ ഇല്ല, ചെയ്യാൻ അസിസ്റ്റൻസ് ഇല്ല. അതുപോലെ തന്നെ ഡോഗ്സ്റ്റോമിനാണെങ്കിൽ ഫുൾ മോൺ ഇല്ല. അതുകൊണ്ട് തന്നെ അവനെ കൊണ്ട് സുലോങ് ആവാൻ കഴിയില്ല. അങ്ങനെ കട്ട് ചെയ്ത ഇവിടെ ചോപ്പറിന്റെ അടിയിൽ ഇപ്പൊ ക്വീൻ എങ്ങനെ അട്ടിച്ച് താഴെ വീണിരിക്കുകയാണ്. മറ്റുള്ളവർക്ക് എല്ലാവർക്കും അത് കണ്ട് ഭയങ്കര സന്തോഷം. ചോപ്പർ ആണെങ്കിൽ പല്ല് കടിച്ച് അവനോട് ദേഷ്യപ്പെട്ടു പറയും, ഞാൻ റക്കൂണല്ല, ഒരു കാരണവശാലും എന്നെ അങ്ങനെ വിളിക്കാൻ പാടില്ല. നീ ചെയ്യുന്നതും പ്രവർത്തിക്കുന്നതും പറയുന്നതും എല്ലാം തന്നെ തെറ്റാണ്. മെഡിക്കൽ യൂസിന് ഉപയോഗിക്കേണ്ട വൈറസുകളെ നെഗറ്റീവായിട്ട് ഉപയോഗിച്ച് മറ്റുള്ളവരുടെ ജീവൻ എടുക്കാൻ നീ ശ്രമിച്ചു. നീ ചെയ്ത വലിയ തെറ്റാണ്. ക്വീൻ ആണെങ്കിൽ ഈ കാര്യങ്ങളെല്ലാം കേട്ട് പതിയെ എഴുന്നേക്കുകയാണ്. ലൂഫിയെ പോലെ ഒരു പൈററ്റ് മണ്ടന്റെ ടീമിലെ ഒരു മെമ്പർ ആ നീ എന്നെ വെല്ലുവിളിക്കുകയാണല്ലേ? എന്റെ മനസ്സിനെ നീ ഇല്ലാതാക്കി. മാത്രമല്ല ഇപ്പൊ നീ എന്റെ ദേഹത്ത് കൈയും വെച്ചു. ഒരു കാരണവശാലും ഇനി നീ ഇവിടുന്ന് ജീവനോടുകൂടെ പോവില്ല എന്ന് പറഞ്ഞ് പിന്നെ അവന്റെ വാ തുറന്ന് ഇപ്പോ ഒരുപാട് ഗണ്ണും വെപ്പൻസ് ഒക്കെ പുറത്തേക്ക് കൊണ്ടുവന്ന് അറ്റാക്ക് ചെയ്യാനായിട്ട് ആരംഭിക്കും. അത് കാണേണ്ട താമസം മാർക്കോ അവൻ ഫ്ലൈ ചെയ്തു വന്ന് പിന്നെ ദൂരേക്ക് ഇട്ടിച്ച് തെറിപ്പിക്കുകയാണ്. അത് കണ്ട് എല്ലാവർക്കും സന്തോഷം. ചോപ്പറിന്റെ ഫ്രണ്ട്സിനും അതുപോലെ തന്നെ റൈസിനും ക്വീൻ്റെ അസിസ്റ്റൻസിനും എല്ലാവർക്കും സന്തോഷം. ആകെ ഇപ്പോൾ അവർ കോപ്പഡൻ്റ് ആയിട്ടുള്ളത് ക്വീനും കിങ്ങും മാത്രമാണ്. ബാക്കി എല്ലാവരും ഇപ്പോൾ ഒറ്റക്കെട്ടാണ്. ആ ഒരു
എല്ലാവരും ഇപ്പൊ ക്വീനെയും കിങ്ങിനെ നേരിടാനായിട്ട് അങ്ങനെ റെഡി ആവുകയാണ്. ആക്ച്വലി അവർ രണ്ടുപേരും മാത്രമാണ്. പക്ഷെ എത്രയൊക്കെ അറ്റാക്ക് ചെയ്തിട്ടും പൂർണ്ണമായിട്ട് തകർക്കാനായിട്ട് അവർക്ക് കഴിഞ്ഞിട്ടില്ല. അതേസമയം മറ്റൊരു ഭാഗത്ത് ആ തീ കൊളുത്തിവിട്ട ആളെ കാണിക്കും. അത് മറ്റാരുമല്ല, സാക്ഷാൽ ഒറോച്ചി. ഇത് ഫേക്ക് ഒറോച്ചി അല്ല, റിയൽ ഒറോച്ചി. അവനാണെങ്കിൽ ഇപ്പൊ കൈഡോയോട് ഒരുപാട് ദേഷ്യമുണ്ട്. കാരണം ലാസ്റ്റ് മിനിറ്റിൽ കൈഡോ അവനെ ചതിച്ചു. സോ അവന് കൈഡോയെയും അവന്റെ മാൻഷനും ഇല്ലാതാക്കണം എന്നായിരിക്കും ആദ്യത്തെ ആഗ്രഹം. അതുകൊണ്ടാണ് അവനിപ്പോ ആ പാലസ് മുഴുവനായിട്ടും തീ വെച്ചിരിക്കുന്നത്. പിന്നെ കൈഡോയുടെ ആൾക്കാരാണെങ്കിൽ അവിടേക്ക് ഓടി വന്ന് ആ ഒരു തീ അണയ്ക്കാനായിട്ട് ശ്രമിക്കുകയാണ്. ഒറോച്ചി അവരെ എല്ലാവരെയും അടിച്ചിട്ട് ടെററായിട്ട് നടന്നു വരും. അവന്റെ ലക്ഷ്യം കൈഡോയുടെ ഈ ഒരു പാലസും ഒർഗഷിമയും അത് എയറിൽ വെച്ച് തന്നെ കത്തിച്ച് ചാമ്പലാക്കണം. അങ്ങനെ കത്തിക്കുകയാണെങ്കിൽ അവന് കൈഡോ ഇല്ലാതാക്കാൻ കഴിയും. അതുപോലെ അവന്റെ ഫ്ലവർ ക്യാപിറ്റൽ സേവ് ചെയ്യാനും പറ്റും. കൈഡോ അവനോട് ചെയ്ത തെറ്റിന് അവൻ കൊടുക്കുന്ന ഒരു മധുര പ്രതികാരം. കട്ട് ചെയ്ത ഇവിടെ കൈഡോയും ബിഗ് മോമും അവർ രണ്ടുപേരും ചേർന്ന് നമ്മുടെ ആൾക്കാരെ അറഞ്ചം പുറഞ്ഞും തല്ലും. ബിഗ് മോം ആണെങ്കിൽ ഇപ്പൊ നമ്മുടെ ആൾക്കാരെ നോക്കി പരിഹസിക്കും. ഓ, നിങ്ങൾ എല്ലാവരും ചേർന്ന് ഞങ്ങളെ തകർക്കാൻ ശ്രമിക്കുകയാണോ? നിങ്ങളുടെ ഒരു പഞ്ച് പോലും ഞങ്ങളുടെ ദേഹത്ത് കൊള്ളില്ല. രണ്ടുപേരും ചേർന്ന് നിങ്ങളെ തല്ലി തല്ലി ഓരോരുത്തരായിട്ട് ഇല്ലാതാക്കും. ജീവൻ വേണമെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് ഓടി രക്ഷപ്പെടാന്ന് പറഞ്ഞ് അവൾ അങ്ങനെ പൊട്ടിച്ചിരിച്ച് തുള്ളിച്ചാടുകയാണ്. അതേസമയം യൂസ്റ്റസ് കിഡ് ആണെങ്കിൽ അവരെ തന്നെ നോക്കും. അതിനുശേഷം പാർക്കറിനോട് ചോദിക്കും, നീ പറഞ്ഞതുപോലെ അവർ രണ്ടുപേരെ സെപ്പറേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് അവരെ തോൽപ്പിക്കാൻ പറ്റുമോ? അതിലും നല്ലത് അവരെ സ്വാപ്പ് ചെയ്ത് ഇതിലേക്ക് തള്ളി വിടുന്നതല്ലേ. അവർക്ക് രണ്ടുപേർക്കും ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അതുകൊണ്ട് തന്നെ കടലിൽ അവരെ കൊണ്ട് സർവൈവ് ചെയ്യാൻ പറ്റില്ല. അതിന് ലോ ആണെങ്കിൽ പറയും, ഞാൻ ഓൾറെഡി അതെല്ലാം ചിന്തിച്ചതാണ്. അവർക്ക് ഡെവിൾ ഫ്രൂട്ടിന്റെ പവർ ഉണ്ട്. അതുപോലെ തന്നെ ഹോക്കി പവർ അവർക്ക് കൂടുതലാണ്. അതുകൊണ്ട് തന്നെ കടലിൽ വീണാലും അത്ര എളുപ്പത്തിലൊന്നും മരിക്കില്ല. അവർ തീർച്ചയായിട്ടും തിരികെ വരും. അത് ശരിക്കും ഒരു പൊട്ട ഐഡിയ ആണ്. നമ്മുടെ മുൻപിൽ വേറെ വഴിയില്ല. എത്രയും വേഗം അവരെ പിരിക്കണമെന്ന് പറയും. അതവൻ പറയേണ്ട താമസം ബിഗ് മോമും കൈഡോയും അവർ രണ്ടുപേരും കൈകോർത്ത് വലിയ പവർ അത് ക്രിയേറ്റ് ചെയ്യാണ്. ലൂഫി ആണെങ്കിൽ ഫ്യൂച്ചർ ഫോർകാസ്റ്റ് ചെയ്യും. അവൻ വിളിച്ചു പറയും, ഗായ്സ്, വലിയൊരു പവർ നമുക്ക് നേരെ വരുന്നുണ്ട്. ഇത്രയും വേഗം നമ്മൾ എന്തെങ്കിലും ചെയ്യണം എന്ന് ലൂഫി പറയുമ്പോഴേക്കും വോൾക്കാനോ പോലെ ഒരു വലിയ പവർ അവർക്ക് നേരെ ഏച്ചു വരികയാണ്. അത് കാണുമ്പോൾ തന്നെ അവരുടെ പാതി ജീവൻ പോവും. പക്ഷേ സോറോ അവനങ്ങനെ ചാടി വീണ് അവനെ കൊണ്ട് പറ്റും പോലെ അതിനെ ബ്ലോക്ക് ചെയ്യാണ്. സോറോ ആണെങ്കിൽ ഉച്ചത്തിൽ നിലവിളിച്ച് പറയും, എത്രയും വേഗം നിങ്ങൾ ഇവിടുന്ന് രക്ഷപ്പെട്ടു പോകണം. ഈ ഒരു പവർ അത് പൊട്ടിത്തെറിച്ച നമ്മളെല്ലാവരും ഇല്ലാതാവും. കൈഡോയുടെ ബിഗ് മോമിന്റെ ആ വലിയ പവറിൽ ആ ഒരു മാൻഷൻ തന്നെ അങ്ങനെ കിടുങ്ങി വരയ്ക്കും. അല്പസമയം കഴിഞ്ഞ് ആ പവറൊക്കെ അങ്ങനെ പതിയെ പതിയെ കുറഞ്ഞു വരികയാണ്. സോറോയ്ക്കാണെങ്കിൽ നല്ല രീതിയിൽ പരുക്ക് പറ്റിയിട്ടുണ്ട്. ബാക്കിയുള്ളവരെല്ലാവരും സേഫാണ്. ലൂഫി എവിടെയെന്ന് പറഞ്ഞ് ചുറ്റും നോക്കും. അപ്പൊ അവർ കാണും അവനങ്ങനെ മുകളിൽ ഫ്ലൈ ചെയ്ത് നിൽക്കുകയാണ്. സോറോയുടെ അവസ്ഥ കണ്ട് കൺട്രോൾ പോയ ലൂഫി ആ ഒരു യൂഗോ പവർ അത് ക്രിയേറ്റ് ചെയ്ത് കൈ അങ്ങനെ പുറകിലേക്ക് കൊണ്ടുപോയി അലറി വിളിച്ച് കൈഡോയ്ക്ക് നേരെ വരികയാണ്. കൈഡോ ആണെങ്കിൽ ആദ്യം അത് കണ്ടൊന്ന് ഞെട്ടും. പക്ഷെ ലൂഫി ക്ലോസ് എത്തേണ്ട താമസം അവൻ ജസ്റ്റ് മിസ്സിന് അങ്ങനെ തെന്നി മാറുകയാണ്. ലൂഫിയും അവന്റെ അറ്റാക്കും ഒരു ഭാഗത്തൂടെ തെറിച്ചു പോവും. അടുത്ത നിമിഷം കൈഡോയും ലൂഫിയും അവർ രണ്ടുപേരും ഇപ്പോൾ നേർക്ക് നേർ വരുന്നതോട് കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു. എപ്പിസോഡ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കല്ലേ. അടുത്തൊരു അടിപൊളി എപ്പിസോഡുമായിട്ട് കാണുന്നവരെ ഇറ്റ്സ് മീ വിത്ത് മല്ലു എപ്പിസോഡ്.